പാകിസ്ഥാൻ ഭയക്കുന്ന പോലെ ഇന്ത്യയും പാകിസ്ഥാനും ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുമോ? ഇന്ത്യയുമായി സമ്പൂർണ്ണ യുദ്ധത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറഞ്ഞിരിക്കുന്നത്. പെഹൽഗാം ആക്രമണത്തിന് പിന്നാലെയുണ്ടായ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാൻ ഒരിക്കലും മറന്നുകാണാൻ വഴിയില്ല. എങ്കിൽ പോലും ഇത്തരമൊരു പ്രസ്താവന നടത്താൻ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിക്ക് ധൈര്യം എവിടെ നിന്ന്? പാകിസ്ഥാന് നേരെയുള്ള അഫ്ഗാൻ ആക്രമണങ്ങളെ ഇന്ത്യ പിന്തുണയ്ക്കുന്നുവെന്നും ഖ്വാജ ആസിഫ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ പ്രതിരോധിക്കാനുള്ള കെൽപ്പ് പാകിസ്ഥാനുണ്ടോ? ഇന്ത്യ ആയുധപ്പുര തുറന്നാൽ അതിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമോ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്? ഒരു സാഹചര്യത്തിലും ഇന്ത്യയെ അവഗണിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്നില്ല എന്നാണ് പാക് പ്രതിരോധ മന്ത്രി പറയുന്നത്. അഫ്ഗാനിൽ നിന്നുള്ള അതിർത്തി ലംഘനങ്ങൾ, ആക്രമണങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു സമ്പൂർണ്ണ യുദ്ധമാണ് പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരിക്കുന്നത്. പൂർണ്ണ ജാഗ്രത പാലിക്കണമെന്ന പാക് മന്ത്രി രാജ്യത്തിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇന്ത്യ അഫ്ഗാനിസ്ഥാന് പിൻബലം നൽകുന്നു എന്ന ഭയത്തിലാണ്. പാകിസ്ഥാനിൽ നടന്ന 2 ചാവേർ ആക്രമണങ്ങൾക്ക് പിന്നിൽ അഫ്ഗാൻ പൗരന്മാരാണെന്ന ആരോപണമായിരുന്നു പാകിസ്ഥാൻ ആദ്യം ഉന്നയിച്ചത്. രാജ്യത്തെ ആക്രമിക്കുന്ന ഇസ്ലാമിക തീവ്രവാദികളെ അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടം പിന്തുണയ്ക്കുന്നു എന്ന ആരോപണവും പാകിസ്ഥാൻ ആവർത്തിച്ച് നടത്തിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ ആരോപണം മുഖവുരയ്ക്ക് എടുക്കുകയാണെങ്കിൽ തന്നെ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ എങ്ങനെയാണ്? പാകിസ്ഥാനുമായുള്ള ട്രാൻസിറ്റ് വ്യാപാരം അവസാനിപ്പിച്ചതിന് പിന്നാലെ അഫ്ഗാൻ താലിബാൻ ഭരണകൂടം ഇറാനിലേക്കും ഇന്ത്യയിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ്. നിലവിൽ $90 കോടി ഇന്ത്യയുമായുള്ള വ്യാപാരം 200 മുതൽ 300 കോടി ഡോളറായി ഉയർത്താനാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. കൂടാതെ സുപ്രധാനമായ ഇറാനിലെ ചബഹാർ തുറമുഖത്തിന്റെ പരമാവധി ഉപയോഗവും അഫ്ഗാൻ ലക്ഷ്യമിടുന്നുണ്ട്. അഫ്ഗാൻ ഭൂപ്രദേശത്ത് നിന്നുള്ള ആക്രമണങ്ങൾ നിയന്ത്രിക്കാൻ താലിബാൻ പരാജയപ്പെടുകയാണ്. എന്നിരുന്നാൽ തന്നെ തുറന്ന യുദ്ധം പോലും ഒഴിവാക്കാനാകില്ലെന്ന് പാകിസ്ഥാൻ ഊന്നി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ ഉപയോഗിച്ച പാകിസ്ഥാനെതിരെ ഒരു ലോ ഇന്റൻസിറ്റി പ്രോക്സി വാർ നടത്തിവരുന്നു എന്ന ആരോപണമാണ് പ്രത്യക്ഷമായും പരോക്ഷമായും ഖ്വാജ ആസിഫ് ഉന്നയിക്കുന്നത്. എന്നാൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ഈ ആരോപണങ്ങൾ പാടെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിൽ അഫ്ഗാനിസ്ഥാന്റെ പക്ഷം വ്യത്യസ്തമാണ്. ഇന്ത്യയുടെ കീഴിലല്ലെന്നും തങ്ങളുടെ തീരുമാനങ്ങൾ പൂർണ്ണമായും സ്വതന്ത്രമാണ് എന്നുമാണ് അവർ പറയുന്നത്. 2 ഫ്രണ്ട് വാർ എന്ന പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന പാകിസ്ഥാനിലെ ആഭ്യന്തര സമ്മർദ്ദം കുറയ്ക്കാനുള്ള രാഷ്ട്രീയ ആയുധമായി വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. അതുമല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള മുന്നൊരുക്കമോ ഇതാകാം. പാകിസ്ഥാനിൽ ഉണ്ടായ ചാവേർ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയാണെന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ആരോപിക്കുന്നുണ്ട്. ഇന്ത്യൻ പിന്തുണയുള്ള ഭീകര സംഘടനകൾ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. അതേസമയം സ്വന്തം പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഇന്ത്യക്കെതിരെ വ്യാജമായ കഥകൾ മെനയുന്ന പാകിസ്ഥാന്റെ തന്ത്രമാണിതെന്ന് ഇന്ത്യ പ്രതികരിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നീക്കം പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞാണ് ഷെരീഫിന്റെ പരാമർശത്തോട് ഇന്ത്യ ശക്തമായി പ്രതികരിച്ചത്. ഇന്ത്യ ഇത് നിരസിച്ചിരിക്കുന്നു എങ്കിൽ പോലും പാകിസ്ഥാനുമായി ഒരു യുദ്ധം ആരംഭിച്ചാൽ തിരിച്ചടി നേരിടാൻ പോകുന്നത് ആർക്കായിരിക്കും? ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് 6 മാസം പിന്നിട്ടെങ്കിൽ പോലും ഇന്ത്യൻ സൈന്യം വരുത്തിവെച്ച നാശനഷ്ടം പരിഹരിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പാകിസ്ഥാന്റെ വിവിധ വ്യോമ താവളങ്ങളിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ പാകിസ്ഥാന്റെ ഒരു പ്രധാന വ്യോമ താവളമായിരുന്നു നൂർഖാൻ എയർബേസ്. നൂർഖാൻ എയർബേസിൽ ഇപ്പോഴും അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട്. യുദ്ധത്തിൽ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടില്ല എന്ന പാകിസ്ഥാന്റെ വാദമാണ് ഇവിടെ പൊളിയുന്നത്. നൂർഖാൻ എയർബേസിൽ പുതിയ പദ്ധതികളും പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നുണ്ട് എന്നാണ് ഉപഗ്രഹ ചിത്രങ്ങൾ പോലും തെളിയിക്കുന്നത്. 2025 മെയ് മാസത്തിലെ സംഘർഷത്തിൽ ഇന്ത്യ തകർത്ത റാവൽപിണ്ടിയിലെ നൂർഖാൻ എയർബേസ് പുനർനിർമ്മിക്കാനുള്ള നടപടികൾ പാകിസ്ഥാൻ ആരംഭിച്ചുവെന്ന് പ്രമുഖ റിപ്പോർട്ടർമാർ പോലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്ന വടക്കൻ സിന്ധിലെ ജേക്കബാബാദ് വ്യോമതാവളത്തിലും ഇപ്പോൾ അറ്റകുറ്റപ്പണികൾ നടന്നുവരികയാണ്. ഇവിടെയുള്ള മേൽക്കൂര ഘട്ടം ഘട്ടമായി പൊളിച്ചു മാറ്റുന്നതായുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. പാകിസ്ഥാനിലുള്ള 10 സൈനിക വ്യോമ താവളങ്ങളാണ് ഇന്ത്യ അന്ന് ആക്രമിച്ചത്. സുക്കൂർ, റഹീം യാർ ഖാൻ, സർഗോദയിലെ മുഷഹ്, ബൊളാരി എന്നിവിടങ്ങളിലെ വ്യോമത്താവളങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെയും പുനർനിർമ്മാണ നടപടികൾ പുരോഗമിക്കുന്നുണ്ട്.
ഓപ്പറേഷൻ സിന്ദൂർ എന്നും ഒരു ഓർമ്മപ്പെടുത്തലാണ്. പാകിസ്ഥാന്റെ 300 കിലോമീറ്ററിലധികം ഉള്ളിലായി സ്ഥിതി ചെയ്തിരുന്ന കുറഞ്ഞത് 5 ഹൈടെക് യുദ്ധവിമാനങ്ങളും ഒരു അവാക്സും വെടിവെച്ചിടാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. 4 റഡാറുകൾ, 2 കമാൻഡ് സെന്ററുകൾ, ഒരു ഹാങ്ങർ, ഒരു C-130 ക്ലാസ് ഗതാഗത വിമാനം, 3-4 യുദ്ധവിമാനങ്ങൾ, ഒരു SAM സംവിധാനം എന്നിവയും ഇന്ത്യ തകർത്തു കളഞ്ഞു. 300 കിലോമീറ്ററിൽ കൂടുതലുള്ള ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ആക്രമണം ഓപ്പറേഷനായിരുന്നു അന്ന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നടത്തിയത്. കരസേന, നാവികസേന, വ്യോമസേന എന്നീ 3 സേനകളുടെ ആസ്തികൾ സംയോജിപ്പിച്ചതും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും കൗണ്ടർ UAV സംവിധാനങ്ങളും എല്ലാം വ്യോമസേനയുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിന്റെ സംയോജിത നിയന്ത്രണത്തിൽ പ്രവർത്തിച്ചത് കളിയുടെ ഗതി മാറ്റുന്ന ഒന്നായി മാറുകയായിരുന്നു. സ്വന്തം ഭൂപ്രദേശത്തിൽ പോലും പാകിസ്ഥാന് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യം അന്ന് ഇന്ത്യ ഉണ്ടാക്കി കൊടുത്തു. ഇനി യുദ്ധം നടന്നില്ല എങ്കിൽ പാകിസ്ഥാന് ആശ്വസിക്കാൻ വകയുണ്ടോ? ഇല്ല. ഓപ്പറേഷൻ സിന്ദൂർ 88 മണിക്കൂർ നീണ്ട ഒരു ട്രെയിലർ മാത്രമാണെന്നാണ് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നത് പാകിസ്ഥാൻ ഇപ്പോഴും തുടരുന്നുണ്ട്. ഭാവിയിലെ ഏത് സാഹചര്യം നേരിടാനും ഇന്ത്യ സജ്ജമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പാകിസ്ഥാൻ ഒരു അവസരം തന്നാൽ ഉത്തരവാദിത്തത്തോടെ പെരുമാറുന്നത് എങ്ങനെയെന്ന് ഇന്ത്യ അയൽ രാജ്യത്തെ പഠിപ്പിക്കും എന്ന കർശനമായ നർമ്മത്തിൽ പൊതിഞ്ഞ മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയത്. പാകിസ്ഥാൻ ഭീകരതയെ വളർത്തുന്നത് ഇന്ത്യക്ക് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഇന്ത്യയുടെ മുന്നോട്ടു പോക്കിന് ആരെങ്കിലും തടസ്സം സൃഷ്ടിച്ചാൽ നടപടി എടുക്കേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഭീകരവാദവും സംഭാഷണങ്ങളും ഒരുമിച്ച് സാധ്യമല്ലെന്ന് ഇന്ത്യ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ലെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഭീകരവാദികൾക്കും അവരെ കൈകാര്യം ചെയ്യുന്നവർക്കും തീർച്ചയായും മറുപടി നൽകുമെന്ന് ഇന്ത്യ എക്കാലത്തും പറഞ്ഞു വച്ചിട്ടുണ്ട്. ഒരു ഭീഷണി കത്ത് വന്നാലും ആർക്കാണ് മറുപടി നൽകേണ്ടതെന്ന് ഞങ്ങൾക്കറിയാമെന്നും അദ്ദേഹം പറഞ്ഞു. എന്തുതന്നെയായാലും പാകിസ്ഥാന് തക്ക മറുപടി ഇന്ത്യയുടെ കൈവശം തന്നെയുണ്ട്.